त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणस्पद आनशृण्वन्नोतिभिः सीदसादनं प्रणो देवी सरस्वती वाजेभिर्वाजिनीवती धीनामवित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओम ओम शांति शांति शांति। सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। काव्यं सुगेयं कथराघवीयं കർത്താവുതുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം മനസാ സ്മരാമി. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ. രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ. രാമകഥാമൃതപാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിനിയും ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവിതന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാൽ അരുൾ ചെയ്തിതാദരാൽ. ശ്രീരാമാദികളുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തേ നിരൂപിക്ക
പോലും അശക്യമാമബ്ധി ശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാതി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ചവളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനരസഞ്ചയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരുതിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കൽ ആരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്യുത മിത്രപുത്രോക്തികൾ യുദ്ധമാകർണ്യ കാകുൽസ്ഥനം ദർശനേ. മുമ്പിലാമാറു തൊഴുതു നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളിയിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നത അതിൻ മൂർധനിലങ്കാപുരം. പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരം ഉണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലും ഉണ്ടതിശോഭനമായി അതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഏഴിനും 14 ഗോപുരപംക്തിയും ചൂഴവും 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങ് ഉണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പംക്തിയും. അണ്ടർകൊണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ ശക്തരായി. പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാനതിശക്തരായുണ്ടോരു 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4ലും ഉള്ളതിലർത്ഥം ഉണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ട് അതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാര ഭേദം ആതങ്കാപകം പറയാവതല്ലനന്ദിനും. തത്പുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മത്പിതാവിൽ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിത ഉദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം ഇങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ. പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനാൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴെ കൊല്ലുക വൈകാതിവനെ എന്നേരം. കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല
ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ അയയ്ക്ക അടയാളപ്പെടുത്തതു എന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാർ. അപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ. ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ ത്വത്പ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടുമിനി കാലവിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനനഹുംകൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ. പങ്കജനേത്ര പരംപുരുഷപ്രഭോ. യാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ട് അധ സജ്ഞാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു. കഞ്ചവിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രം ഉത്രമതും വിജയപ്രദം രക്ഷോ ജനക്ഷമാമൂലം ഹതിപ്രദം. ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭ പ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിമ്പേ സുമിത്രാത്മജൻ അങ്കദോപരി. സുഗ്രീവൻ എന്നെ പിരിയാതരികെ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവസൂനു സുഷേണനും തുങ്കൻ നളനും ശതബലി താരനും ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചും കീർത്തിയിടുവാൻ മർക്കട സഞ്ജയം. രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു ഉത്തരതീരവും പുക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയും ഊത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാനുപായം ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രീഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ. ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീതി അത്യുന്നത തരംകാഠ്യമഗാധമി ഇതുത്തരണം ചെയ്വതിന് അരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായ കവികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാൻ. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷ ഭയക്രോധലോഭാദികൾ സൗഖ്യമത
മോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനെ സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം തരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരൻഭവാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അത് ഒക്കെ ഓർത്താലും അബുദ്ധന്മാരുടെ മതം. രാവണന്റെ കാര്യാലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ത്രനികേതനം ബുക്കിരുന്നീടിനാൻ ആതിഥേയാസുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോട് വന്ന കമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമർഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തോരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലെന്നു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ധിതൻ ഉത്തരതീരെ മരുവുന്നോ കർത്തവ്യമെന്തു തമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ടതു മൂലമാ വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നേതധമവും ഇത്തം ത്രിവിധമായുള്ളൂ വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നീദൃശം എന്നുറച്ച് ഒന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു ഊനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്ന് ഐകമത്യമായേവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാ കാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ തഥമതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവ് ഇംഗിതജ്ഞന്മാർ ചൊല്ലിനാർ നന്നെത്രയും ഓർത്തോളം ഉള്ളില് ഇതിന്നൊരു കാര്യ വിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്ന് ഒരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നും ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർന്നതും പുത്രനാമേഘനിദാതനതോർക്ക നീ. വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരം ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തുകണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം ആസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ
മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവത്ബലാൽ ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാമൊന്ന് ഉപേക്ഷിക്ക കാരണാൽ ഏതും ഒരാമയമെന്നിയെ പൊയ്ക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ. മാനമോടിന്നിനി ഞങ്ങളിലേഖന മാനസെ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ, വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരം ആക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും. എത്രയും ഭാരമിളപ്പം നമുക്കതും ഉൾത്താരിലോർത്തരുളേണം ജഗത് പ്രഭോ. നക്തൻ ജരവരയുദ്ധം പറഞ്ഞളവ് ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. കുംഭകർണവാക്യം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്ന് ഊഢമോദം നിജപീഠം അതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അപരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വത്പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമാ. രാമൻ മനുഷ്യനല്ലേക സ്വരൂപന ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനെ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിത് എന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നേ കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമായുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രജിത് വാക്യം. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയെ ചെയ്യിലെ നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. അങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട്. ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഖനയജ്ഞാന്ത ആദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാശനും കുംഭഹനു ത്രിശിരസതികായനും വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവൈരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനും ആമല്ലവനോടെടോ.
നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ. ശ്രീരാമനായത് മാനുഷ കേള ആരെന്നറിവാനും ആമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിർയതിയുമല്ല കേൾ. പാശിയുമല്ല ജഗത്പ്രാണനല്ല വിത്തേശനുമല്ല അവൻ ഈശാനനുമല്ല. വേദാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്ര വസ്തുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. കൊന്നാൻ ഇരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശരാകയാൽ അന്നന്ന് അസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നത് നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊൾക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തു തത്പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുത് ആശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകമ്പുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കും നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയാമയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്ക് വന്ന് അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തത്പ്രാണനും നശിച്ചിടുമരക്ഷണ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാമാളല്ല പോകെന്ന് വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ. അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണന് ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും കുർത്തനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന്. ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്ന നിർണയം. ഇത്തരമെന്നോട് ചൊല്ലുകിൽ ആശു നീ വധ്യനാം എന്നാൽ അതിനില്ല സംശയം. നക്തഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശകതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ
പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണ അന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയ മിത്ര പ്രത്യൗകവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയം ഇങ്ങിതിനില്ലെന്നു നിർണയം. പോകായികിലോ മമ ചന്ദ്രഹാസത്തിനേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പാൻ ആവതെല്ലാം അത് സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. മിത്രമിത്രാഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായ ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നതോ രാമനായി നിർണയം. പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. വിഭീഷണ ശരണാഗതി. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പദാർജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗെ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നുച്ചൈസ്തരം അവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമാരമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടെന്റെയാനിധേ. ആംനായമൂർത്തേ രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ തുത്ഭക്ത സേവകൻ. ദേവിയെ കട്ടതനുചിതം നീ എന്നു രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിനേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാലേറ്റതുമില്ലമേ. പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ വാളുമായെന്നെ വധിപ്പാനടുത്തതു കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേൻ. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. യുദ്ധം വിഭീഷണവാക്യങ്ങൾ കേട്ടളകുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൻ. അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിവൻ ഇല്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമം എന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുള്ളത്തിൽ എന്തോന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാം അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണ എന്നു ശാസ്ത്രോക്തിയും. യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നത് ഉപപന്നമത്രയും വീര
ഭാകരപ്രഭോ വരികടോ, ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും. ജാമ്പവതാതി നീതിജ്ഞവരന്മാരെ, ഉർവീശനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷേത് ശുനശ്വപചാൻ അപി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയാരുതേതുമേ. മുന്നമൊരു കപോതം നിജപേടയോട് ഒന്നിച്ചൊരു വനം തന്നിൽ മേവീടിനാൻ. ഉന്നതമായൊരു പാദപാഗ്രേതഗത്തതാ ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിരുന്നിടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോതവും കൊണ്ടുവന്നാശു കൊടുത്തത് വന്നിയും. തന്നെ കയ്യിലിരുന്ന കപോതിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതുകൊണ്ട് വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു. തന്നെ ദേഹവും നൽകിനാൻ അമ്പോടു വന്നിയിൽ വീണു കിരാത അസമർത്ഥമായി. അത്ര പോലും വേണമാശ്രിതരക്ഷണം മറ്റനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നേ ശരണമെന്നോർക്കുന്നു വർണ്ണവൻ എന്നും അഭയം കൊടുക്കുന്നതേയില്ലേ. എന്നെ വിശേഷിക്കുമെന്ന് കേട്ടിടുവിൻ. എന്നെ ചതിച്ചതിനാരുമില്ലെന്നേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേരണ്ട നിമിഷില്ല നിശ്ചയം. ഇന്ന് ഞാൻ ആരെ ഭയപ്പെടുന്നിതാ കണ്ണിടുവാൻ ചെല്ലവന് മതിയാതെ. എതിരിയായതേതുമിത് ചൊല്ലിമാനത്തെ സുഗ്രീവനീശൻ അവന് വരുത്തുക. എന്നെ ശരണം ജനിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കുന്നതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും കണ്ണുകൂടാനേനമെന്നും അറിവൻ. ശ്രീരാമവാക്യാനുഗം കേട്ട് വാനര വീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമൻ വിശാലാക്ഷൻ ശ്യാമളം കോമളം ബാണധനുസ്വരം സോമബിംബാഭപ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം. ശാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം. ലക്ഷ്മണസംയുതം സുഗ്രീവമാരുതി നിത്യപരികുലസേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റന്നിതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ. ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ രാമ ശ്രീരാമ ജയ ശ്രീരാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ 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 രാമ രാമ ശ്രീരാമ ജനതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹണം നാരായണ പരിപാലയന്താം ന്യായേന മാർഗേണ മധീമഹീശ യോ ബ്രാഹ്മണേഷു ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സദാശിവായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സമർപ്പയാമി സമർപ്പയാമി സർവം സമർപ്പയാമി. ഗുരുകടാക്ഷം സമ്പൂർണം.